بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله، ونشهد أن سيدنا ومولانا محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله صلى الله عليه وسلم. خذ بيدي قلت حيلتي أدركني يا حبيب الله صلى الله عليه وسلم. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما كان الله ليعذبهم وأنت فيهم، وما كان الله معذبهم وهم يستغفرون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. يا رحمة الله إني خائف وجل، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا باسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സർവാദരണീയരായ പണ്ഡിതന്മാർ, ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, ഉമ്മമാർ, സഹോദരിമാർ, അഷ്റഫുൽ ഖൽഖ് സയ്യിദുൽ വറ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ
പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിലാണ് നാം ഉള്ളത്. ഏറ്റവും വലിയ അനുഗ്രഹമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചതിൻ്റെ പേരിൽ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പറയുകയും കേൾക്കുകയും അതിനുവേണ്ടി സദസ്സുകൾ സംഘടിപ്പിക്കുകയും ചെയ്യുക എന്നത് അല്ലാഹു തആല ഖൽബിൽ ഈമാൻ ഇട്ടുകൊടുത്ത നല്ലവരായ മുഅ്മിനീങ്ങളുടെ മുഖമുദ്രയാണ്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യങ്ങൾ ഫിസിക്കലായി പരിപാടികൾ നടത്തുന്നത് പ്രയാസകരമാണെങ്കിലും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പറയുന്നതിന് ഒരൽപ്പം പോലും കുറക്കാതെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സോഷ്യൽ മീഡിയകൾ വഴി, ഇനി അതല്ലാതെ ഓഫ്ലൈനിലാണെങ്കിൽ തന്നെ പ്രോട്ടോക്കോളുകളും മറ്റുമെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ വൈവിധ്യമാർന്ന രൂപത്തിൽ പരിപാടികൾ നടന്നു വരികയാണ്. അതിന്റെ ഭാഗമെന്നോണം ഒരുപാട് പാവങ്ങളെ സഹായിക്കുകയും രോഗികളുടെ ചികിത്സക്ക് ആവശ്യമായ ഫണ്ടുകൾ ശേഖരിക്കുകയും അർഹർക്ക് എത്തിച്ചു കൊടുക്കുകയും വിവാഹപ്രായമെത്തിയിട്ടും കല്യാണം കഴിക്കാതെ വീടുകളിൽ കഴിയുന്ന പാവപ്പെട്ട പെൺകുട്ടികളുടെ കണ്ണീരിന് ഒരു ആശ്വാസവും പരിഹാരവുമെന്ന നിലക്ക് അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന, ചെറിയ കാലയളവിൽ ജനങ്ങളുടെ വലിയ ശ്രദ്ധ പിടിച്ചു പറ്റിയ മുമാസ് ചാരിറ്റി എന്ന കൂട്ടായ്മയുടെ കീഴിൽ സംഘടിപ്പിച്ചിട്ടുള്ള ദ്വിദിന പ്രഭാഷണ പരിപാടിയുടെ ആദ്യത്തെ ദിവസമായ ഇന്ന് ഈ പ്രഭാഷണം കഴിഞ്ഞ ഉടൻ ആദരണീയരായ ത്വാഹ തങ്ങളവരുകളുടെ നേതൃത്വത്തിൽ ബുർദ സദസ്സ് നടക്കുന്നുമുണ്ട്. അതിനു മുമ്പ് അല്പം ചില കാര്യങ്ങൾ സംസാരിച്ച് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ ഖൽബിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തും ഇഷ്ഖും അല്ലാഹു ധാരാളം നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇങ്ങോട്ട് പ്രഭാഷണത്തിന് പോഡിയമിന്റെ മുന്നിൽ വരുന്നതിന് മുമ്പ് ഇന്നത്തെ ഈ മീഡിയ, സി മീഡിയയും 4Gയും എല്ലാം ഒരൽപ്പം തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ പരിപാടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ധാരാളം സഹോദരങ്ങൾ, സഹോദരിമാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ ഓരോന്നും ഇവിടെ പറയുന്നത് ഉചിതമല്ലല്ലോ. പക്ഷേ ഓരോരുത്തരുടെയും മനസ്സിൽ എന്ത് ലക്ഷ്യങ്ങളാണുള്ളത്, എന്ത് വിഷമങ്ങളാണുള്ളത് എന്ന് എല്ലാം അറിയുന്നവനാണ് അർഹമുർ റഹീമീനായ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാട് ബർക്കത്ത് കൊണ്ട് സർവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹു തആല ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. വിഷമങ്ങൾ മുഴുവനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല മാറ്റി തരട്ടെ. സന്തോഷം നമ്മുടെ ജീവിതത്തിലുടനീളം അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് രോഗികളുണ്ട്. അല്ലാഹുവേ, എന്ത് രോഗമാണെങ്കിലും നീയാണ് ഷാഫി, നീയാണ് കാഫി, നീയാണ് മുആഫി. സർവർക്കും നീ കാമിലായ ശിഫാ നൽകണേ അല്ലാഹ്.
ഈ പോഡിയമിന്റെ മുന്നിൽ വരുന്നതിനു മുമ്പ് നമ്മുടെ ദർസിൽ പഠിക്കുന്ന ഒരു മുതഅല്ലിം വിളിക്കുകയും ആ വിദ്യാർത്ഥിയുടെ മാതാവിന്റെ സഹോദരിയുടെ കുഞ്ഞ്, ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം 4 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് വീടിന്റെ 3ാമത്തെ നിലയുടെ മുകളിൽ നിന്ന് താഴോട്ട് വീണ് വളരെയധികം ഗുരുതരാവസ്ഥയിലാണ്. ഡോക്ടർമാർ ഒന്നും പറയാൻ കഴിയുന്നില്ല എന്ന് പറയുന്നുണ്ട് എന്നും പറഞ്ഞ് വലിയ സങ്കടം പറഞ്ഞു. അർഹമർ റഹീമീനായ അല്ലാഹ്, നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ആ കുഞ്ഞിക്ക് നീ കാമിലും ആജിലുമായ ശിഫാ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ, ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പറയപ്പെടുകയും പ്രകീർത്തിക്കപ്പെടുകയും പ്രശംസിക്കപ്പെടുകയും ചെയ്യുന്ന നേതാവാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും പരാമർശിക്കപ്പെടുന്ന ഒരു നേതാവിനെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധ്യമല്ല. അത് ചിലപ്പോൾ അനുകൂലമായിരിക്കും, ചിലപ്പോൾ പ്രതികൂലമായിരിക്കും. ഞാനിപ്പോ ഇന്ന് ഏതോ ഒന്നിങ്ങനെ വായിച്ചപ്പോൾ കണ്ടു, ഫ്രാൻസ് എന്ന് തോന്നുന്നു, അവിടെയുള്ള പ്രസിഡന്റ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെ മോശമാക്കി എഴുതി സംസാരിച്ചു, ചിത്രീകരിച്ചു എന്നൊക്കെ. എന്നാൽ എല്ലാവരോടും ചോദിക്കാനുള്ളത് ഒന്നാണ്, ലോകത്ത് ഇത്രയും അധികം പരാമർശിക്കപ്പെടുന്ന ഒരു നേതാവിനെ നമുക്ക് കാണാൻ കഴിയില്ല. അതല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്, വറഫഅനാ ലക ദിക്റക, നബിയെ തങ്ങളെക്കുറിച്ച് പറയുന്നതിനെ നാം ഉയർത്തിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറയാത്ത ഒരു നാടില്ല, ഒരു സ്ഥലം ഇല്ല. നിങ്ങൾ നോക്ക്, അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന സ്ഥലങ്ങളെല്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചും പരാമർശിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരണമെങ്കിൽ, ഇസ്ലാമിലെ പുറത്തുള്ള ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരണമെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരാൾ മുസ്ലിം ആവുകയില്ല. മറിച്ച് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതോടൊപ്പം വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാണെന്ന് വിശ്വസിക്കുന്നതോടൊപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും കൂടി വിശ്വസിക്കുമ്പോഴേ ഒരാൾ മുഅ്മിനാവുകയുള്ളൂ. ഇതുപോലെ നിങ്ങൾ നോക്ക്, എല്ലായിടങ്ങളിലും വാങ്ക് വിളി നടക്കുന്നുണ്ട്. അവിടെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ ഷഹാദത്ത് കഴിഞ്ഞാൽ ഉടൻ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയും അല്ലാഹുവിന്റെ പേര് ഉച്ചരിക്കുന്നതോടൊപ്പം അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് ഉച്ചരിക്കപ്പെടുകയാണ്. കുല്ലുഹും യത്ലുബൂന റിളാഇ വഅന അത്ലുബു റിളാക യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും എന്റെ തൃപ്തിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന അങ്ങയുടെ തൃപ്തിയെയും കൂടി ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അല്ലാഹു തആല പറഞ്ഞത് മഹാന്മാരായ പണ്ഡിതന്മാർ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രീതിപ്പെടുത്തുക, തൃപ്തിപ്പെടുത്തുക എന്നത് അല്ലാഹുവിന് വലിയ താല്പര്യമുള്ള കാര്യമാണ്. നിങ്ങൾ നോക്ക്, ലോക മുസ്ലിമീങ്ങളുടെ ഖിബ്ലയാണ് കഅബ. മുസ്ലിമീങ്ങളെ ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ളവരാണെങ്കിലും അവർ കഅബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുകയാണ്. എന്നാൽ കഅബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും അറിയാം, ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു.
അപ്പൊ അല്ലാഹു തആല ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ പറഞ്ഞതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചതുകൊണ്ട് മഹാന്മാരായ സ്വഹാബത്തും അങ്ങനെ നിസ്കരിച്ചു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം ഉപ്പാപ്പമാർ അതേ പുതുക്കി പണിത ആ കഅബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണം എന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വികാരവും താല്പര്യവും മോഹവും എന്താണെന്ന് അല്ലാഹു തആല മനസ്സിലാക്കി. അപ്പൊ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു, ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ, നബിയെ ഞാൻ പറഞ്ഞതുകൊണ്ട് തങ്ങളതാ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നു, ശരിയാണ്. പക്ഷേ തങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം അതേ കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാനാണെങ്കിൽ തങ്ങൾ തൃപ്തിയുള്ള ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചോളൂ. സുഹൃത്തുക്കളെ, ആ അല്ലാഹുവിന് ഇത്രയും ഇഷ്ടമുള്ള ഒരു അടിമ വേറെയുണ്ടോ? അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഒരു വാക്ക് ഉദ്ധരിച്ചു പരിശുദ്ധ ഖുർആനിൽ. ആ ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞ ഒരു വാക്ക് ഖുർആനിലുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഓതുകയാണ്, ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. അല്ലാഹുവേ, ജനങ്ങളെ നീ ശിക്ഷിക്കുകയാണെങ്കിൽ നിന്നോട് ചോദ്യമില്ല, കാരണം അവർ നിന്റെ അടിമകളാണ്. നിനക്ക് എന്ത് വേണമെങ്കിലും നിന്റെ അടിമകളെ ചെയ്യാം, നിന്നോട് ചോദ്യമില്ല. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. സുഹൃത്തുക്കളെ, സൃഷ്ടാവായ റബ്ബ് എന്ത് ചെയ്താലും ആ റബ്ബിനോട് ചോദ്യമില്ല. പക്ഷെ ആ റബ്ബിന്റെ സൃഷ്ടികളായ അടിമകളായ ജനങ്ങൾ എന്ത് ചെയ്താൽ അവരോട് ചോദിക്കാൻ ഒരു സൃഷ്ടാവായ റബ്ബുണ്ടല്ലോ. പക്ഷേ വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. ആ നിന്റെ അടിമകൾക്ക് നീ പുറത്തു കൊടുത്താൽ നീ നല്ല ഇസ്സത്തുള്ളവനാണ്, നീ നല്ല ഹകീമാണ്. ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോ ഫബകാ, ആ രാത്രി അങ്ങ് ഉറക്കം വഴിച്ച് കരയുന്നു. ആരെ ഓർത്തുകൊണ്ടാണ് കരയുന്നത്? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകളായ നമ്മെ ഓർത്തുകൊണ്ടാണ് കരയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരച്ചിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഉടൻ തന്നെ അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞയക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ പോയി, എന്തിനാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുന്നത്? അല്ലാഹ് ചോദിക്കുന്നുണ്ട് നബിയേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതികരണം എന്റെ ഉമ്മത്തുകളെ ഓർത്ത് കരയുന്നതാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല രണ്ടാമതായി പറഞ്ഞയക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാൻ പറയുകയാണ്, അവിടുത്തെ ഉമ്മത്തുകളെ കാര്യത്തിൽ തങ്ങളെ ഞാൻ തൃപ്തിപ്പെടുത്തു, തങ്ങളെ വിഷമിക്കേണ്ടതില്ല. കണ്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താല്പര്യം എന്താണ്? ആ താല്പര്യമാണ് റബ്ബ് അല്ലാഹു തആല പ്രാമുഖ്യം കൽപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, ആ റബ്ബിന്റെ അടിമയായ നബിയും റസൂലുമായ ഫഖന്നബീനാ ഫീ ഖൽഖിൻ വഫീ ഖുലൂഖി വലം യുദാനു ഫീ ഇൽമിൻ ബലാ
കറമീ. സർവരെക്കാളും അതേ എല്ലാവരെക്കാളും ഏറ്റവും മുന്നിൽ നിൽക്കുന്നതാരാണ്? അമ്പിയാക്കളാണല്ലോ. ആ അമ്പിയാക്കളെ കൂട്ടത്തില് തന്നെ എല്ലാത്തിലും ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് വിരാജിക്കുന്ന നേതാവ്, ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ. ആ തങ്ങളാകുന്ന സൃഷ്ടാവായ റബ്ബിന്റെ അടിമയും നബിയും റസൂലുമായ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താൽപര്യങ്ങൾക്കും മോഹങ്ങൾക്കും സൃഷ്ടാവായ റബ്ബ് വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, ചോദിക്കട്ടെ സഹോദരിമാരെ, ചോദിക്കട്ടെ കാരണവന്മാരെ, ചോദിക്കട്ടെ കൗമാരപ്രായമുള്ള ആൺമക്കളെ പെൺമക്കളെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താൽപര്യങ്ങൾക്ക് ഞങ്ങൾ എത്രയാണ് വില കൽപ്പിക്കേണ്ടത്? ഒരു നേരത്തെ നിസ്കാരം മുടങ്ങിപ്പോയാൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന മനസ്സ് ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സാ. ചെറുപ്പക്കാരാ, ഒരു കോപ്പ മദ്യപിച്ചാൽ, കള്ളു കുടിച്ചാൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന മനസ്സ് ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സാണ്. ഓ സഹോദരിമാരെ, അന്യ ചെറുപ്പക്കാരോട് അവിഹിത ബന്ധം സ്ഥാപിക്കുന്നുണ്ടോ? അന്യ പെൺകുട്ടികളോട് അവിഹിത ബന്ധം സ്ഥാപിക്കുന്നുണ്ടോ? നിങ്ങൾ ചാറ്റിംഗ് നടത്തി ഉറക്കം വഴിച്ച് സമയം ദുരുപയോഗം ചെയ്യുന്നുണ്ടോ? നിങ്ങളതാ മൊബൈലിൽ സംസാരിക്കുന്നുണ്ടോ? വീഡിയോ കോൾ ചെയ്യുന്നുണ്ടോ? അതെല്ലാം ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. ചെറുപ്പക്കാരാ, നീ മയക്കുമരുന്നിന് അഡിക്റ്റായി ജീവിച്ചാൽ ഏറ്റവും കൂടുതൽ അവിടെ വേദനിക്കുന്നത് ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായിട്ടുണ്ടെങ്കിലും ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ, നബിയെ തങ്ങളും മരിക്കും. മുൻകാലത്ത് കഴിഞ്ഞുപോയ മഹാന്മാരൊക്കെ മരിച്ചതാണ്, അമ്പിയാക്കളൊക്കെ മരിച്ചതാണ്, തങ്ങളും മരിക്കും എന്ന് ഖുർആൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ടുണ്ടെങ്കിലും എല്ലാവരുടെയും കാര്യങ്ങൾ ജീവിതകാലത്ത് എങ്ങനെ മനസ്സിലാക്കുന്നുണ്ടോ അതുപോലെ മനസ്സിലാക്കാൻ കഴിവ് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതിലൊരു കുറവും ഇല്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, ഇമാം അഹ്മദുൽ ഖസ്തലാനി റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറയുകയാണ്. ഇമാം അഹ്മദുൽ ഖസ്തലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സിയാറത്തിന് നിങ്ങൾ പോകുമ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സിയാറത്ത് ചെയ്യുന്ന സമയം നിങ്ങൾ ജീവിച്ചിരിപ്പുള്ള നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ നിൽക്കണം. കമാ യുഫ്അലു ബൈന യദൈഹി ഫീ ഹയാതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ പോയി എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ നിൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് പോയി സെൽഫി എടുക്കുവോ? എന്നാൽ ഇല്ല എന്നാണോ മറുപടി? എന്നാൽ അവിടെ പോയി സെൽഫി എടുത്ത് സമയം പാഴാക്കരുത്. വളരെ ഭക്തിയോടുകൂടെ ആയിരിക്കണം റൗള ശരീഫിന്റെ ചാരത്ത് നിൽക്കേണ്ടത്. കമാ ഹുവൽ ഹാലു ഫീ ഹാലി ഹയാതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതകാലത്ത് എങ്ങനെയാണോ ഉണ്ടാവുക അതുപോലെ വേണം. എന്റെ കാരണം ഇത് പറഞ്ഞതിന് ശേഷം ഇമാം അഹ്മദുൽ ഖസ്തലാനി തങ്ങള് അൽ മവാഹിബുൽ ലദുന്നിയയിൽ പറഞ്ഞത് കാണാം. എന്തിനാണ് ജീവിച്ചിരിപ്പുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ എങ്ങനെ നിൽക്കുന്നുണ്ടോ അതുപോലെ നിൽക്കണമെന്ന് പറയുന്നത്? സുഹൃത്തുക്കളെ, إذ لا فرق بين موته وحياته في مشاهدته لأمته ومعرفته بأحواله.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് ഉമ്മത്തുകളുടെ ഓരോ ചെയ്തികളെയും മനസ്സിലാക്കാറുണ്ടല്ലോ, അറിയുന്നുണ്ടല്ലോ. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷവും ഈ ഉമ്മത്തിന്റെ ഓരോ ചെയ്തികൾ അവിടുന്ന് അറിയുന്നുണ്ട്, അത് കാണുന്നുണ്ട്. അതുകൊണ്ടല്ലേ സഈദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലൈസ മിൻ യൗമിൻ ഇല്ലാ വയുറദു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഅമാലു ഉമ്മത്തിഹി ഗദ്വതൻ വഅശിയ്യാ ഫയഅരിഫുഹും ബിസീമാഹും വഅഅമാലിഹിം. ഈ ഒരൊറ്റ ദിവസവുമില്ല ഉമ്മത്തുകളുടെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയാതെ പോകുന്ന ഒരൊറ്റ ദിവസവുമില്ല. ഓ പുരുഷന്മാരെ, ഭാര്യമാരെ അടിച്ച് വേദനിപ്പിക്കുന്നുണ്ടില്ലേ, ഭാര്യമാരെ കരയിപ്പിക്കുന്നുണ്ടല്ലേ, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയാതെ നിങ്ങളെ ഭാര്യമാരെ വേദനിപ്പിക്കൂല, നിങ്ങളെ ഭാര്യമാരെ നിങ്ങളെ ശകാരിക്കൂല. ഏത് ഭാര്യയെയും ഭർത്താവ് വേദനിപ്പിക്കുമ്പോ അറിയേണ്ട കാര്യമാണ്. സഈദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞത് അതല്ലേ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ ഉമ്മത്തുകളുടെ ഓരോ ചെയ്തിയും അറിയാത്ത ഒരൊറ്റ ദിവസവുമില്ല. ഇതുപോലെയല്ലേ ഓ ഉമ്മമാരെ, സഹോദരിമാരെ, ഭർത്താവിനെ ചതിക്കുന്നുണ്ടല്ലേ, ആ ഭർത്താവിനെ വഞ്ചിക്കുന്നുണ്ടല്ലേ, ആ ഭർത്താവിനെ പറ്റിക്കുന്നുണ്ടല്ലേ, എന്നാൽ അതേ ഖിബ്ലത്തു ഖൽബിൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ അഭയകേന്ദ്രമായ മദീനയുടെ റൗള ശരീഫിൽ അൽ ഖുബ്ബത്തുൽ ഖൽറാ, പച്ചക്കുബ്ബയുടെ ചുവട്ടിൽ റൗള ശരീഫിൽ വിശ്രമിക്കുന്ന ഖൽബിന്റെ രാജാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയാതെ ഒരൊറ്റ ഭാര്യയും ഭർത്താവിനെ അതേ പറ്റിക്കുന്നില്ല, ചതിക്കുന്നില്ല, വഞ്ചിക്കുന്നില്ല. ആകയാൽ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഉമ്മത്തുകളുടെ ചെയ്തികൾ മുഴുവനും അവിടുന്ന് അറിയുകയാണ്. സുഹൃത്തുക്കളെ, ചെറുപ്പക്കാരാ, നീ അതാ രാത്രി കിടന്നുറങ്ങുന്ന സമയം സ്വലാത്ത് ചൊല്ലിക്കിടന്നുറങ്ങുന്നതിന് പകരം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം വായിച്ച് കിടന്നുറങ്ങുന്നതിന് പകരം നിന്റെ കൈവെള്ളയിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നീ അതിലൂടെ അശ്ലീല ദൃശ്യങ്ങൾ കണ്ട് കിടന്നുറങ്ങുകയാണോ, സിനിമ കണ്ട് കിടന്നുറങ്ങുകയാണോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അത് കാണുന്നുണ്ട് കേട്ടോ. സൃഷ്ടാവായ റബ്ബ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താൽപര്യങ്ങൾക്ക് വില കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഓ ആ നബി തങ്ങളുടെ ഉമ്മത്തുകളായ നമ്മള് നമ്മുടെ സ്വന്തം താൽപര്യങ്ങളെക്കാളും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താൽപര്യങ്ങൾക്ക് വില കൽപ്പിക്കേണ്ടതല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസന്നിധാനത്തേക്ക് ചെല്ലുമ്പോൾ അതിന് ധാരാളം ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെങ്കിലും പോയാൽ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർബാറിലേക്ക് ചെല്ലുമ്പോൾ വളരെ അദബോടുകൂടെ, വളരെ അച്ചടക്കത്തോടുകൂടെയാകണം. മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു, وينبغي لمن أراد الزيارة أن يكثر من الصلاة والتسليم عليه في طريقه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാൻ മദീനയിൽ പോകുന്നവർ, അവർ പോകുന്ന വഴിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടായിരിക്കണം പോകേണ്ടത്. എങ്ങനെങ്കിലും പോയാൽ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നമ്മളെ സ്വീകരിക്കണമെങ്കിൽ പോകുന്ന വഴിയിൽ ധാരാളം സ്വലാത്ത് ഇങ്ങനെ വർദ്ധിപ്പിച്ചു പോകണം. എന്നാൽ
അവന്റെ കാഴ്ച മദീനയിൽ പതിയുമ്പോൾ വീണ്ടും ധാരാളം സ്വലാത്ത് ഫൽയുർദിദി സ്വലാത്ത വത്തസ്ലീമ സ്വലാത്തും സലാമും ഇങ്ങനെ മടക്കി 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 പറയണം. എന്നിട്ട് വലയസ്അലില്ലാഹ അൻ യൻഫഅഹു ബിസിയാറതിഹി, ആ സിയാറത്ത് കൊണ്ട് അല്ലാഹു തആല ഇവന് ഉപകാരം നൽകാൻ അല്ലാഹുവിനോട് ചോദിക്കണം. വൽയഗ്തസിൽ, കുളിക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദർബാറിലേക്കാ പോകണം. എങ്ങനെങ്കിലും പോയാൻ പറ്റൂല, വിയർപ്പൊലിപ്പിച്ച് പോയാൻ പറ്റൂല. നമ്മളൊരു കല്യാണത്തിന് പോകുമ്പോ എത്ര ഉഷാറായിട്ടാ പോകുന്നത്. നല്ല കുളിക്കും, ഉള്ള അത്രയൊക്കെ പുരട്ടും. എത്ര അത്ര പുരട്ടിയാലും മതിയാവില്ല. ഒന്നാണെങ്കിൽ ഒന്നും മാത്രല്ല, 2-3 അത്ര ഒറ്റയടിക്ക് പുരട്ടിയിട്ടാ പോകണം. ഇതിന് കാരണം എല്ലാറ്റിന്റെയും മനം പുരട്ടേന്ന് അറിഞ്ഞിട്ട്. എന്തിനാ? കല്യാണ വീട്ടിലേക്ക് പോകുമ്പോൾ അങ്ങനെയാണ്, അല്ലെങ്കിൽ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് പോകുമ്പോൾ അങ്ങനെയാണ്. എന്നാൽ ലോകം കണ്ട ഏറ്റവും വലിയ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദർബാറിലേക്ക് പോകുമ്പോഴോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹയാത്തും മമാത്തും ഒരുപോലെയാണെന്ന് പറഞ്ഞില്ലേ ഞാൻ? മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതാണല്ലോ പറഞ്ഞത്. എന്റെ അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. നമ്മുടെ അഭിപ്രായത്തിന് പ്രസക്തിയില്ല, വിലയില്ല. മഹാന്മാരായ പണ്ഡിതന്മാർ എന്ത് പറഞ്ഞു വെച്ചു അത് പറയാനല്ലാതെ നമുക്കൊരു അധികാരവും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ ചെല്ലുമ്പോ കുളിക്കണം. കുളിച്ചാ മാത്രം പോരാ, പിന്നെ നല്ല വസ്ത്രങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കണം. ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചിട്ടാണ് പോകേണ്ടത്. എന്നിട്ടതാ അവിടുന്ന് വളരെ അതപോടുകൂടെ നടന്ന് നല്ല കരഞ്ഞിട്ടാണ് പോകേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക്. സുഹൃത്തുക്കളെ, ആ ഹബീബിന്റെ ചാരത്ത് അതവോടെ ചെന്നാൽ ഹബീബ് നമ്മെ തട്ടൂല. എല്ലാവരും തട്ടിക്കളയുന്ന സമയത്തു ചെറുപ്പക്കാരാ, തട്ടാത്ത ഒരു നേതാവുണ്ട് കേട്ടോ. ഉമ്മ പെങ്ങന്മാരെ, ആര് നമ്മെ മാറ്റി നിർത്തിയാലും, എന്ത് വിഷമങ്ങളുണ്ടായാലും പ്രയാസങ്ങളുണ്ടായാലും മാറ്റി നിർത്താത്തൊരു നേതാവുണ്ട് കേട്ടോ. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, സുബ്ഹാനല്ലാഹ്, അബൂ അബ്ദുല്ലാഹി ഇബ്നു റഷീദ്, അല്ലാമ അബൂ അബ്ദുല്ലാഹി ഇബ്നു റഷീദ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ പറയുകയാണ്, അതാ ഞങ്ങള് ലമ്മ ഖദിംനൽ മദീന, ഞങ്ങൾ മദീനയിൽ പോയ ഒരു സമയമുണ്ട്. അത് എപ്പോഴാണ്? 684-ലാണ്. ആ 684 ഞങ്ങൾ മദീനയിൽ പോയപ്പോൾ ആ ഞങ്ങളെ യാത്രയിൽ കൂടെയുണ്ടായ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അവരുടെ പേരാണ് അൽ വസീർ അബൂ അബ്ദില്ലാഹി ഇബ്നു അബിൽ ഖാസിം ഇബ്നുൽ ഹകീം. അവർക്കൊരു രോഗം ഉണ്ടായിരുന്നു. എന്താണ് രോഗം? ചെങ്കണ്ണ് ബാധിച്ച രോഗമാണ്. ആ ചെങ്കണ്ണ് ബാധിച്ച രോഗം, ആ രോഗമുണ്ടായ ഒരു കൂട്ടുകാരനാണ് അബൂ അബ്ദുല്ലാഹി ഇബ്നു അബിൽ ഖാസിം ഇബ്നുൽ ഹകീം എന്നവർ. അവര് ഞങ്ങളോടൊപ്പമുണ്ട്. അവരെന്ത് ചെയ്തു എന്നറിയാമോ? മദീനയോട് അടുക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഈമാനുള്ളവൻ കൊതിക്കുന്ന കേന്ദ്രമല്ലേ മദീന? ലോകത്ത് ഏറ്റവും മഹത്വമുള്ള മണ്ണേതാണ്? പണ്ഡിതന്മാര് പറഞ്ഞില്ലേ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിന് എല്ലാറ്റിനും മറ്റുള്ള എല്ലാറ്റിനേക്കാളും വലിയ മഹത്വമുണ്ട്. മുസ്ലിമേ, സംസം വെള്ളം അറിയാമോ? മാഉ സംസം ലിമാ ശുരിബല, എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ സംസം വെള്ളം കുടിക്കുന്നത്, ആ ഉദ്ദേശം നിറവേറപ്പെടുമെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. മക്കയിൽ പോയാൽ സംസം വെള്ളം കൊണ്ടുവരാത്തവരുണ്ടോ? സുബ്ഹാനല്ലാഹ്, എയർപോർട്ടിൽ വല്ലാത്ത വാക്ക് നടത്തുന്നവരുണ്ട്. എന്തേ കാരണം? ചില സ്ഥലത്ത് സംസം വെള്ളം കൊണ്ടുപോകാൻ സമ്മതിക്കും, ചില സമയത്ത് കൂടിയാൽ, ലഗേജ് കൂടിയാൽ
അതേ കൊണ്ടുപോകാൻ സമ്മതിക്കൂല. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ ഒരുപാട് തർക്കം നടത്തും, ഒരുപാട് ചർച്ച നടത്തും. എന്തിനാണ്? എങ്ങനെങ്കിലും സംസം വെള്ളം നാട്ടിലേക്ക് എത്തിക്കാനാണ്. നാട്ടിലെത്തിച്ചാലോ വീട്ടിലെ രോഗിയായ ഉമ്മയുണ്ട്, ഉമ്മക്ക് കുടിക്കാൻ കൊടുക്കാനാണ്, ഭാര്യക്ക് കുടിക്കാൻ കൊടുക്കാനാണ്. അതേ കുട്ടികൾ നല്ല ഹാഫിളീങ്ങളാകണം, കുട്ടികൾക്ക് നല്ല ഓർമ്മശക്തി വേണം, കുട്ടികൾ നല്ല രൂപത്തിൽ പഠിക്കണം. ആ കുട്ടികൾ നല്ല പഠിച്ച് വലിയ നല്ല മക്കളാകണം, നല്ല തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന മക്കളാകണം, നല്ല ആലിമീങ്ങളാകണം, മുതഅല്ലിമീങ്ങളാകണം. അതുകൊണ്ട് മക്കൾക്ക് സംസം വെള്ളം കൊടുക്കാനാണ്. അത് കൊണ്ടുവരാൻ വേണ്ടി എത്രയാണ് വാശി പിടിക്കുന്നത്. എന്നാൽ അറിയാമോ, ആ സംസം വെള്ളത്തെക്കാളും പവറുള്ള വെള്ളമുണ്ടേ മുസ്ലിമേ. ഇതിന്റെ അർത്ഥം സംസം വെള്ളത്തിന് മഹത്വമില്ല എന്നല്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടല്ലേ സംസം വെള്ളത്തിന്റെ മഹത്വം ഞാൻ ആദ്യം ഹദീസ് പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളെ കേൾപ്പിച്ചില്ലേ. എന്നാൽ ഇനി രണ്ടാമതായി പറയട്ടെ, ആ സംസം വെള്ളത്തെക്കാളും മഹത്വമുള്ള വെള്ളമുണ്ട്. വഅഫ്ളലുൽ മിയായി മാഉൻ ഖദ് നബഅ മിൻ ബൈനി അസാബിഇൻ നബിയിൽ മുത്തബഅ വയലീഹി മാഉ സംസം ഫൽ കൗസർ ഫനീലി മിസ്റാ ثم ബാഖിൽ അൻഹുരി. ലോകത്ത് ഏറ്റവും മഹത്വമുള്ള വെള്ളമേതാണ്? സംസം വെള്ളമല്ല, നൈൽ നദിയിലുള്ള വെള്ളമല്ല. അതേ ലോകത്ത് ഏറ്റവും മഹത്വമുള്ള വെള്ളമേതാണ്? അതല്ലേ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത്, വഅഫ്ളലുൽ മിയാഇ മാഉൻ ഖദ് നബഅ മിൻ ബൈനി അസാബിഇൻ നബിയിൽ മുത്തബഅ. ലോകത്ത് ഏറ്റവും മഹത്വമുള്ള വെള്ളം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട വിരൽ തുമ്പുകൾക്കിടയിലൂടെ ഉറവ പൊട്ടി വന്ന വെള്ളമാണ് ലോകത്ത് ഏറ്റവും മഹത്വമുള്ള വെള്ളം. വയലീഹി മാഉ സംസം, അടുത്തതായി സംസം വെള്ളത്തിനാണ് മഹത്വം. ഫൽ കൗസർ, പിന്നെയാണ് ഹൗദുൽ കൗസറിന്റെ വെള്ളത്തിന് മഹത്വം. ഫലീലി മിസ്റാ, പിന്നെയാണ് ഈജിപ്തിലെ നൈൽ നദിയിലെ വെള്ളത്തിന് മഹത്വം. സുമ്മ ബാഖിൽ അൻഹുരി, പിന്നെയാണ് നമ്മുടെ വീടിന്റെ മുറ്റത്തുള്ള എല്ലാ കിണറ്റിലെ വെള്ളവും പുഴയിലെ വെള്ളവും, അതിനൊക്കെ മഹത്വം പിന്നെയാണ്. ഇവിടെ ആദ്യം പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരൽ തുമ്പുകൾക്കിടയിലൂടെ ഉറവ് പൊട്ടി വന്ന വെള്ളം, ആ വെള്ളത്തെക്കാൾ മഹത്വമുള്ള ഒരു വെള്ളം വേറെ ഇല്ല. എന്തുകൊണ്ടാണത്? അതിന് കാരണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം തൊട്ടു വരുന്ന വെള്ളമാണത്. അതുകൊണ്ട് ആ വെള്ളത്തിന് വലിയ ബഹുമാനമാണ്. എന്നാൽ സുഹൃത്തുക്കളെ, ലോകത്ത് ഏറ്റവും മഹത്വമുള്ള മണ്ണേതാണ്? അതാ കഅബ സ്ഥിതി ചെയ്യുന്നു മക്കയിലാണ്. പണ്ഡിതന്മാര് പറഞ്ഞു, ഹത്താ മിനൽ കഅബ, ആ കഅബ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തുള്ള മണ്ണിനേക്കാളും ലോകത്ത് ഏറ്റവും മഹത്വമുള്ള മണ്ണേതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശരീരം, ആ ശരീരം ചേർന്ന് നിൽക്കുന്ന മണ്ണില്ലയോ, ആ മണ്ണിനാണ് ലോകത്ത് ഏറ്റവും മഹത്വമുള്ളത്. സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് നോക്കൂ, ഹബീബായ തങ്ങളെ കടക്കുന്ന മണ്ണിന് മാത്രമാണോ മഹത്വമല്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമിനീരിന് മഹത്വമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയർപ്പിന് മഹത്വമുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതേ കയ്യിന് വലിയ മഹത്വമുണ്ട്. ഞാനിപ്പോൾ കൂടുതൽ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. കഴിഞ്ഞ 1-2 ദിവസങ്ങൾക്ക് മുമ്പ്, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച, അതേ KCF ഷാർജ സോൺ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ ഈ വിനീതനായ ഞാൻ സംസാരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ അവയവത്തിന്റെ മഹത്വം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. എന്നാലും സാന്ദർഭികമായി ഞാൻ ഒരു കാര്യം പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കയ്യിന് വലിയ ബഹുമാനമാണെന്ന് പറഞ്ഞില്ലേ ചെറുപ്പക്കാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
വസല്ലം തങ്ങളെ സൗന്ദര്യം എന്താണെന്ന് നീ പഠിച്ചിട്ടുണ്ടോ? നീ ഏതോ ഒരു സിനിമാ നടനെ കാണുമ്പോ അവന്റെ തലയിലുള്ള ഹെയർ സ്റ്റൈല് കണ്ടപ്പോൾ അവന്റെ മുഖത്ത് അതേ കോപ്രാട്ടി കാണിച്ചുകൊണ്ടുള്ള താടിരോമം വെച്ചത് കണ്ടപ്പോ നീ അവനെ അനുകരിച്ചുകൊണ്ട് നിന്റെ മുഖത്ത് താടി വെച്ചു പിടിപ്പിച്ചില്ലടാ. നിന്റെ തലയിലുള്ള ഹെയർ കട്ടിങ് അവന്റെ ഹെയർ കട്ടിങ്ങിനെ അനുകരിച്ചുകൊണ്ട് ഫോളോ ചെയ്തുകൊണ്ട് അത് നിന്റെ തലയിൽ നീ പകർത്തിയെടുത്തില്ലടാ. എന്നാൽ ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യത്തിന്റെ മുന്നിൽ ഒരു സിനിമാ നടനും ഇല്ല, ഒരു കളിക്കാരനും ഇല്ല. പക്ഷേ മുസ്ലിം ചെറുപ്പക്കാരെ, ആ നേതാവിന്റെ സൗന്ദര്യത്തെ കുറിച്ച് പഠിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യത്തെക്കുറിച്ച് മാത്രം എത്ര ഗ്രന്ഥങ്ങളാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. ശമായിലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ അവയവത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് മാത്രം പരാമർശിച്ചുകൊണ്ട് എത്ര ഗ്രന്ഥങ്ങളാണ് രചിച്ചിട്ടുള്ളത്. ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതേ ശറഫാക്കപ്പെട്ട കയ്യിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞില്ലേ? അതേ മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്, ആ കയ്യിനുള്ള മഹത്വം ചെറുതല്ല. ആ കൈ കൊണ്ട് ഒരാളെ അങ്ങ് തൊട്ടുപോയാൽ അവർക്ക് വലിയ ബറക്കത്താണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, സുബ്ഹാനല്ലാഹ്, അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീണ്ട വർഷക്കാലം ഖിദ്മ ചെയ്യാൻ ഭാഗ്യം കിട്ടിയ സ്വഹാബിയല്ലേ. ആ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, മാ മസിസ്തു ദിബാജൻ വലാ ഹരീറൻ അല്യന മിൻ കഫി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിനേക്കാളും അതേ നല്ല സോഫ്റ്റുള്ള ഒരൊറ്റ പട്ടുവസ്ത്രവും ഞാൻ തൊട്ടിട്ടില്ല. അതുകൊണ്ടല്ലേ സ്വഹാബത്ത് പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബത്തിന്റെ ശരീരത്തിൽ അങ്ങ് കൈവെക്കുമ്പോഴേക്ക് ആ കൈയുടെ തണുപ്പ് ദേഹത്ത് അനുഭവപ്പെടാറുണ്ടെന്ന് സ്വഹാബത്ത് പറയാറില്ലേ? അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട അബൂ സയ്യിദുൽ അൻസാരി റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറയുകയാണ്, മസഹ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹി അലാ റഅസി വലിഹയതി. ഒരിക്കലുണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ കൈ കൊണ്ട് എന്റെ തലയങ്ങ് തടവി തന്നു, എന്റെ താടിയങ്ങ് തടവി തന്നു. എന്നിട്ട് അവിടുന്ന് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ജമ്മിൽഹു, റബ്ബേ അബൂ സയ്യിദുൽ അൻസാരി എന്നവർക്ക് നീ ഗ്ലാമർ നൽകണേ അല്ലാഹ്, സൗന്ദര്യം നൽകണേ അല്ലാഹ്. ചെറുപ്പക്കാരാ, എത്ര മണിക്കൂറാണെടാ സലൂണിൽ പോയി ഒരു ഫേസ് വാഷ് ചെയ്യിപ്പിക്കാൻ എത്ര നേരമാ ചെലവഴിക്കണത്? കല്യാണത്തിന്റെ തലേന്നാണെങ്കിൽ പിന്നെ പുതിയാപ്പിളനെ മണിക്കൂറുകളോളം സലൂണിൽ തന്നെയാണ് സമയം ചെലവഴിക്കുന്നത്. എങ്ങനെയെല്ലാം മൊഞ്ചു കൂട്ടാൻ കഴിയോ അങ്ങനെയൊക്കെ മൊഞ്ചു കൂട്ടുകയാണ്. എന്നാൽ അതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ് ചെറുപ്പക്കാരാ. ഒരു ഒറിജിനാലിറ്റി ഉണ്ട് മോനെ. ആ ഒറിജിനാലിറ്റിയുടെ സൗന്ദര്യം ലഭിക്കേണ്ടത് മിൻ മഹബ്ബത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യത്തിൽ പ്രണയത്തിൽ നിന്ന് ലഭിക്കേണ്ടുന്നതാണ് ആ ഒറിജിനാലിറ്റി ഉള്ള സൗന്ദര്യം. അതുകൊണ്ട് നീ മുത്തുനബി തങ്ങളെ മഹബത്ത് വെച്ചോ, ഹബീബായ തങ്ങളുടെ ചരിത്രം പഠിച്ചോ, സ്വലാത്ത് ധാരാളം വർദ്ധിപ്പിച്ചോ, നിന്റെ മുഖത്ത് ഒറിജിനാലിറ്റി ഉള്ള ഗ്ലാമർ ലഭിക്കൂ. ആത്മീയമായ സൗന്ദര്യമാണത്. ആത്മീയമായ സൗന്ദര്യം ഇല്ലെങ്കിലും അതുകൊണ്ട് ഞങ്ങൾ നോക്ക്, സലൂണിൽ പോയി നല്ല ഉഷാറാക്കി മിനുക്കി മൊഞ്ചുകൂട്ടി ഒക്കെ പുറത്തു വന്നാലും അവന്റെ മുഖത്ത് എന്തോ ഒരു കുറവ് കാണുന്നുണ്ട്. എന്താ കുറവ്?
ഇവൻ സുബഹിക്ക് നിസ്കരിക്കാൻ കൃത്യമായിട്ട് എണീക്കാറില്ല. സുബഹിക്ക് കൃത്യമായി എണീക്കാത്ത ഇവൻ സലൂണിൽ പോയി എത്ര ഭംഗി കൂട്ടിയാലും ഇവന്റെ മുഖത്ത് എന്തോ ഒരു കള്ള ലക്ഷണം കാണും. അതുകൊണ്ട് ചില ആളുകളെ കാണുമ്പോൾ മുഖം കാണുമ്പോൾ തന്നെ എന്തോ ഒരു കുറവുണ്ടാവും. ഇപ്പൊ നിങ്ങളെ മുഖത്തൊന്നും ഒരു കുറവില്ല. നല്ല സൗന്ദര്യമുള്ള മുഖമാണ്, നല്ല ആത്മീയമായ തെളിച്ചമുള്ള മുഖമാണ്. എന്താ കാരണം? കാര്യങ്ങൾ കൃത്യമായി സുബഹി നിസ്കരിക്കുന്നവരാണ്. രാത്രി കിടന്നുറങ്ങുമ്പോ ഒരല്പമെങ്കിലും സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ ചൊല്ലിയിട്ട് കിടന്നുറങ്ങുന്നവരാണ്. അപ്പൊ അവരുടെ മുഖത്ത് പിന്നെ എങ്ങനെയാണ് കളലക്ഷണം ഉണ്ടാവുക? അവരുടെ മുഖത്ത് എങ്ങനെയാണ് സൗന്ദര്യക്കുറവുണ്ടാവുക? ചില മനുഷ്യന്മാര് എത്ര നല്ല സൗന്ദര്യം മൊഞ്ചു കൂട്ടിയാലും സുബ്ഹാന ജല്ല ജലാലു അവന്റെ മുഖത്ത് എന്തോ ഒരു കുറവുണ്ടാവും. എന്താ കുറവ്? സുബഹി നിസ്കരിക്കാത്ത കുറവാണ്. സുബഹി നിസ്കരിക്കാതെ സലൂണിൽ പോയി കുറെ മൊഞ്ചു കൂട്ടിയത് കൊണ്ട് മാത്രമായോ? അതാണ് ഞാൻ പറഞ്ഞത്, ആത്മീയമായ സൗന്ദര്യം, അതാണ് ഒറിജിനാലിറ്റി ഉള്ള സൗന്ദര്യം. ആ സൗന്ദര്യം ലഭിക്കേണ്ടത് മിൻ മഹബ്ബത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് അബൂ സയ്യിദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈകൊണ്ട് എന്റെ തലയങ്ങ് തടവി തന്നു, എന്റെ താടിയങ്ങ് തടവി തന്നു. എന്നിട്ട് അവിടുന്ന് എനിക്ക് വേണ്ടി അല്ലാഹുവോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ജമ്മിൽഹു, അല്ലാഹുവേ അബൂ സയ്യിദുൽ അൻസാരി തങ്ങൾക്ക് സൗന്ദര്യം കൊടുക്കണേ. ഫബലഗ ബളഅൻ വമിഅസനാ വമാ ഫീ ലിഹിയതിഹി ബയാദ്. പണ്ഡിതന്മാര് പറയുകയാണ്, അബൂ സയ്യിദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് 100 ചില്ലാനം വയസ്സായിട്ട് പോലും, മഹാനവരുകൾ 100 ചില്ലാനം വയസ്സായിട്ടാണ് ലോകത്തോട് വിട പറയണത്. ആ 100 ചില്ലാനം വയസ്സായിട്ട് പോലും വമാ ഫീ ലിഹിയതിഹി ബയാദ്, മഹാനവരുകളുടെ താടി രോമം നരച്ചിട്ടില്ല. ഇന്നൊരു 30 വയസ്സാകുമ്പോഴേക്ക് താടി ഇങ്ങനെ നരക്കാൻ തുടങ്ങുകയാണ്. ആദ്യം ഏതോ ചില ഭാഗം ഇങ്ങനെ നരക്കാൻ തുടങ്ങുകയാണ്. സുബ്ഹാന ജല്ല ജലാലു. അതിന് കാരണം ചോദിച്ചാൽ ഇവൻ പറയും, അതിന് ടെൻഷനാണ് ഉസ്താദേ, വല്ലാത്ത ടെൻഷൻ, തലച്ചൂടാണ്. ടെൻഷൻ ആകുമ്പോഴേക്ക് ഇങ്ങനെ താടി രോമം ഇങ്ങനെ നരക്കുകയാണ്. സുബ്ഹാന ജല്ല ജലാലു. അബൂ സയ്യിദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു തങ്ങളുടെ ചരിത്രം നിങ്ങൾ നോക്ക്. 100 ചില്ലാനം വയസ്സായിട്ടാണ് മഹാനവരുകൾ ലോകത്തോട് വിട പറയുന്നതെങ്കിലും പണ്ഡിതന്മാർ പറയാണ്, വമാ ഫീ ലിഹിയതിഹി ബയാൽ, 100 ചില്ലാനം വയസ്സായപ്പോഴും മഹാനവരുകളെ താടി രോമത്ത് ഒരു വെളുപ്പില്ല, നരച്ചിട്ടില്ല. നല്ല യുവത്വത്തിന്റെ പ്രസരിപ്പാണ് മഹാനവരുകൾക്ക് 100 ചില്ലാനം വയസ്സായപ്പോഴും. എന്താ കാരണം? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ താടി രോമം തടവിക്കൊടുത്ത് അല്ലാഹുവോട് ദുആ ചെയ്തതാണ്, അല്ലാഹുമ്മ ജമ്മിൽഹു. സുഹൃത്തുക്കളെ, ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്തെല്ലാമുണ്ടോ അതിനെല്ലാം വലിയ മഹത്വമുണ്ടെന്ന് ബോധ്യപ്പെടുത്താനാണ്. ഇരിക്കട്ടെ, നിങ്ങൾ മറന്നോ എന്നെനിക്കറിയില്ല, ഞാൻ മറന്നിട്ടില്ല. ഒരു ചരിത്രത്തിന്റെ ഇടയിൽ വെച്ച് ഞാൻ മറ്റൊരിടത്തേക്ക് കയറി ചെന്നതാണ്. നേരത്തെയുള്ള ഇടത്തേക്ക് തന്നെ ഞാൻ മടങ്ങി വരുന്നു, മദീനയിലേക്ക് പോകുന്നു. അതേ, അബൂ അബ്ദുല്ലാഹി ഇബ്നു അബിൽ ഖാസിം ഇബ്നുൽ ഹകീം ചെങ്കണ്ണ രോഗം ബാധിച്ചിരിക്കുകയാണ്. ആ മദീനയോട് അടുക്കുമ്പോൾ പിന്നെ മഹാനവരുകൾക്ക് വാഹനപ്പുറത്ത് കയറി യാത്ര ചെയ്യാൻ മനസ്സ് വരുന്നില്ല. ചെറുപ്പക്കാരാ, പള്ളി പരിസരത്ത് ഒരു മൈതാനിയുണ്ടടാ. ആ ഗ്രൗണ്ടിൽ നീ അതാ ഫുട്ബോൾ കളിക്കുകയാണ്, നീ ക്രിക്കറ്റ് കളിക്കുകയാണ്, വോളിബോൾ കളിക്കുകയാണ്. അപ്പോഴാണ് പള്ളിയിൽ നിന്ന് കേൾക്കുന്നത്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്.
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെയും നിന്റെയും നേതാവായ ഹബീബിന്റെ പേര് കേട്ടത് നിന്റെ ഗ്രൗണ്ടിൽ നിന്നല്ല, പ്ലേ ഗ്രൗണ്ടിൽ നിന്നല്ല, മൈതാനിയിൽ നിന്നല്ല, സൃഷ്ടാവായ റബ്ബിന്റെ ഭവനമായ പള്ളിയിൽ നിന്ന് കേൾക്കുകയാണ്. എന്റെയും നിന്റെയും ഹൃദയത്തിന്റെ തുടിപ്പായ താജിദാരെ മദീന, സർക്കാരെ ആലം, സയ്യിദേ കായിനാത്ത്, ജനാബേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ ആ ബാറ്റ് ഒരു വക്കത്തങ്ങ് വെച്ചിട്ട്, ആ പന്ത് ഒരിടത്തങ്ങ് വെച്ചിട്ട്, നിന്റെ ഹബീബിന്റെ പേര് കേട്ട പള്ളിയിൽ കയറിയിട്ട് നിസ്കരിക്കാൻ മനസ്സ് വരാത്ത ഞാനും നീയും ആശിഖീങ്ങളെ പട്ടികയിൽ പെടാൻ പറ്റുമോ? മുഹിബ്ബീങ്ങളെ തസ്തികയിൽ പെടാൻ പറ്റുമോ? എനിക്കും നിനക്കും ഇഷ്കുണ്ട് എന്ന് പറയുന്നതിന് എന്ത് ന്യായമാണുള്ളത്? മഹബ്ബത്തുണ്ടെന്ന് പറയുന്നതിന് എന്ത് അർത്ഥമാണുള്ളത്? പിന്നെ ഇഷ്ക് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇഷ്ക് കേട്ടിട്ട് കാര്യമുണ്ടോ? ബഹുമാനപ്പെട്ടവരെന്ത് ചെയ്തു? മദീനയോടടുക്കുമ്പോൾ മഹാനവരുകളെ മനസ്സ് കേൾക്കുന്നില്ല. വാഹനത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങുകയാണ്. പിന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദർബാറിലെത്തുന്നത് മാഷിയാ, നടന്നുകൊണ്ടാണ് എത്തുന്നത്. അവിടെ എത്തുമ്പോഴേക്ക് അല്ലാ അല്ലാ ഫഅഹസ്സ ബിശ്ശിഫാ, അവിടെ എത്തിയിട്ടൊന്നും ചോദിച്ചിട്ടില്ല. പോകുന്ന വഴിയിൽ സ്വലാത്ത് ചൊല്ലിപ്പോയതാണ്. ആ മദീനയോട് അടുക്കുമ്പോ വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങിയതാണ്. എന്നിട്ടതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദർബാറിലെത്തലോടുകൂടെ ചെങ്കണ്ണ് മാറിപ്പോയി, ചെങ്കണ്ണ് ഭേദമായി പോയി. ഏറ്റവും കൂടുതൽ അദബ് കാണിക്കേണ്ടുന്ന നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മൗലിദിന്റെ സദസ്സിലിരിക്കുമ്പോൾ നല്ല അദബ് വേണേ ജേഷ്ഠാനുജന്മാരെ, ഉമ്മ പെങ്ങന്മാരെ. അതാ പള്ളിയിലെ മൊയ്ലിയാമാര് വന്ന്, പള്ളിയിലെ ഉസ്താദുമാര് വന്ന് വീട്ടിൽ മൗലിദ് പാരായണം ചെയ്യുകയാണ്. അതാരുടെ മൗലിദാണ്? മൗലിദു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻത തത്ലു ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വ അശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. അൻത ഉമ്മുൻ അം അബൂ മറഅയ്നാ ഫീഹിമാ മിസ്ല حسنك خطو يا سيدي خير النبي. ارتكبت على الخطا غير حسر وعدد لك أشكو فيه يا سيدي خير النبي. കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ല കയറി ഞാൻ തങ്ങളോടന്യായവുമായി സയ്യിദി ഖൈറൻ നബി. ചൊല്ലിക്കോ മദീനയിലേക്ക് ഒരു സ്വലാത്ത്. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മൗലിദ് പള്ളിയിലെ ഉസ്താദുമാർ വന്ന് വീട്ടിൽ പാരായണം ചെയ്യുമ്പോ ഉമ്മാ അകത്ത് നീ പരിസരത്തുള്ള പെണ്ണുങ്ങന്മാരെയും കൂട്ടിയിട്ട് സ്വരക്കാനുള്ളതല്ല, സ്വര പറയാനുള്ളതല്ല, ഗീബത്ത് പറയാനുള്ള നേരമല്ല, വേറെ ഒരു പെണ്ണിനെ കുറിച്ച് അഭിപ്രായം പറയാനുള്ള നേരമല്ല, വേറെ ഒരു വീടിന്റെ കുറ്റം പറയാനുള്ള സമയമല്ല.
വേറെയൊരു കുടുംബത്തെ കുറിച്ച് ചർച്ച ചെയ്യാനുള്ള സമയമല്ല. മൗലിദിന്റെ സദസ്സിൽ നല്ല അദബ് വേണം. മുസ്ലിം ചെറുപ്പക്കാരെ, മൗലിദിന്റെ സദസ്സിലിരിക്കുമ്പോഴാണ് കോള് വരുന്നത്. അപ്പോഴേക്ക് എണീറ്റങ്ങ് പോയി. ആ കോളിനെക്കാളും മോശമാണോ മൗലിദിന്റെ സദസ്സ്? മൗലിദിനെക്കാളും പ്രാമുഖ്യം കൊടുക്കേണ്ടത് ഈ കോളിനെക്കാളും ഈ ഫോണിലുള്ള സംസാരത്തെക്കാളും പ്രാമുഖ്യം കൽപ്പിക്കേണ്ടത് ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലിദിനല്ലേ? അപ്പൊ പിന്നെ അവിടെ എണീറ്റ് പോകേണ്ടതുണ്ടോ? വളരെ അത്യാവശ്യമാണെങ്കിൽ പോകുന്നതിന് വിരോധമല്ല. അല്ലെങ്കിൽ നമ്മൾ അദബ് ശ്രദ്ധിക്കണ്ടേ, അദബ് സൂക്ഷിക്കണ്ടേ? ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദർബാറിൽ ചെല്ലുമ്പോ അതേ ഒച്ച പാടില്ല. അതല്ലേ ഖുർആൻ പറഞ്ഞത്, ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദ് അൻ തഹബത അഅമാലുകും വഅൻതും ലാ തശഉറൂൻ. ഓ ജനങ്ങളെ, നിങ്ങളിൽ ചിലരോട് സംസാരിക്കുന്നത് പോലെ, ഒച്ച വെക്കുന്നത് പോലെ, പേര് വിളിച്ച് അഭിസംബോധനം ചെയ്യുന്നത് പോലെ ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് വിളിച്ച് അഭിസംബോധനം ചെയ്യരുത്. അതേ, ശബ്ദിച്ച് സംസാരിക്കരുത് തങ്ങളെ മുന്നിൽ. അങ്ങനെ നിങ്ങൾ സംസാരിച്ചാലോ അന്തഹബതു അഅമാലുകും വഅൻതും ലാ തശ്കുറൂൻ, നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ അമലുകൾ മുഴുവനും നിഷ്ഫലമായി പോയി. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുകയാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മഹദി അതാ മദീനത്തെ പള്ളിയുടെ പരിസരത്ത്, ആ പള്ളിയുടെ ഒരു ഭാഗത്താണല്ലോ മഹദി താമസിക്കുന്നത്. അവിടെയാണല്ലോ മഹദിയുടെ വീടുള്ളത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മദീനത്തെ പള്ളിയുടെ പണി നടക്കുന്ന സമയത്ത് അതേ അവിടുന്ന് അതാ ആണി വെച്ച് പിടിപ്പിക്കുന്ന ഒച്ച കേൾക്കുകയാണ്. ആണി ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുമ്പോൾ ഒച്ച കേൾക്കാറില്ലേ? എന്നാൽ മദീനത്തെ പള്ളിയുടെ ഒരു പണി നടക്കുമ്പോ അതേ ആണി വെച്ച് പിടിപ്പിക്കുന്നതിന്റെ ഒച്ച മഹദി കേൾക്കുമ്പോ മഹദി അവിടുന്നതാ പറയുകയാണ്, ലാ തുദൂ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ മദീനക്കാരെ, മദീനത്തെ പള്ളിയിൽ നിങ്ങൾ ആണി വെച്ച് പിടിപ്പിക്കുമ്പോ അതേ ലോക നേതാവിനെ ശല്യം ചെയ്യുകയാണ്. ലോക നേതാവിനെ ശല്യം ചെയ്യണ്ട, ലോക നേതാവിനെ ഉപദ്രവിക്കണ്ട, ലോക നേതാവിനെ ബുദ്ധിമുട്ടിക്കണ്ട. സുബ്ഹാനല്ലാഹ്, അവർ അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതേ ബഹുമാനം കാണിച്ചവരാണ്. അതുകൊണ്ടല്ലേ ഒരൊറ്റ കാര്യം പറഞ്ഞു ഞാൻ എന്റെ ഇന്നത്തെ സംസാരം അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ടല്ലേ മഹാന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദർബാറിൽ ചെല്ലുമ്പോ അറിയാതെ കുനിഞ്ഞുപോയി, തല ഉയർത്തി നിൽക്കാറില്ല. ഇന്നും ജീവിച്ചിരിപ്പുള്ള പല പണ്ഡിതന്മാരുമില്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ക് വെച്ച് ജീവിക്കുന്നവരില്ലേ? അറിയില്ലേ? താജുശ്ശരിയ ശൈഖുന ഉസ്താദ് അവരുകൾ വലിയ ആശിഖല്ലേ. ഉസ്താദിനോടൊരു ചോദ്യമാണ്. അതേ റൗളാ ശരീഫിന്റെ ഭിത്തിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തിയിട്ട് വരി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് കിതാബിൽ കാണുന്നുണ്ടല്ലോ. ഉസ്താദ് അവരുകൾ പല പ്രാവശ്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദർബാറിൽ ചെന്നതാണല്ലോ. അവിടുന്ന് കിതാബിലുള്ളതുപോലെ കണ്ടിട്ടുണ്ടോ? ഉസ്താദിന്റെ മറുപടി ഞാൻ കണ്ടിട്ടില്ല.
അതെന്തേ കാണാത്തത്? അപ്പോഴാ പറഞ്ഞത്, ഞാൻ ആരെ മുന്നിലാ നിൽക്കുന്നത്? ജമീനോ സമാൻ തുമാരേ ലിയേ മക്കീനോ മകാൻ തുമാരേ ലിയേ ചുനീനോ ചുനാ तुम्हारे लिए हरे बने दो जहां तुम्हारे लिए आदि अमैते नूरुल्लाह अहमद नबील सल्लल्लाह अशरफुल खल्क रसूलुल्लाह आदरवाय नबीयुल्लाह बदरिलुम एरिया शोभ नबी बीवी आमीना तंदे स्वबी वलदुल अमीनाय वन्ना नबी आमन्ना बिरसूलिल्लाह आमन्ना बिरसूलिल्लाह वरक चल ला इलाहा इल्लल्लाह ला इलाहा इल्लल्लाह ला इलाहा इल्लल्लाहु मुहम्मदुर रसूलुल्लाह സല്ലല്ലാഹു അലൈഹി വസല്ലം. താജുശ്ശരിഅ ഉസ്താദ് അവരുകൾ പറയുകയാണ്, ആ നേതാവിന്റെ മുന്നിലല്ലേ ഞാൻ നിൽക്കുന്നത്? അവിടുന്ന് കണ്ണ് തെറ്റിക്കുന്നത് നല്ലതല്ലല്ലോ. നേതാവിന്റെ മുന്നിൽ നിൽക്കുമ്പോ അവിടുന്ന് കണ്ണ് തെറ്റിക്കുന്നത് അതവല്ലല്ലോ. മഹാന്മാരെ കുറിച്ച് പറയാനുള്ളത് അതാണ്. അറിയില്ലേ, അബുൽ ഫളായിലുൽ ഹമവി എന്നവരെ തൊട്ടുദ്ധരിക്കപ്പെടുകയാണ്. അവരാരാണ്? അഹദ് ഖുദ്ദാമിൽ ഹുജറത്തിൽ മുഖദ്ദസ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫിന്റെ ഖാദിമീങ്ങളിൽപ്പെട്ട ഒരാളാണ്. അന്നഹു ഷാഹദ ശഖ്സം മിനസ് സുവാരി ശുയൂഖ്. അതേ, ഒരു പ്രായം ചെന്ന ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്തിന് വന്നു. അദ്ദേഹം വരുന്നത് എങ്ങനെയാണ്? അതേ, മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം പറയുന്ന സ്ഥലത്ത് വരുമ്പോ കുനിഞ്ഞുപോയി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നില് തല ഉയർത്തി നിൽക്കാൻ ഇവിടെ ആരുണ്ട്? അതിന് മാത്രം ക്വാളിറ്റി ആർക്കാണുള്ളത്? അതിന് മാത്രം കപ്പാസിറ്റി ആർക്കാണുള്ളത്? അതിന് മാത്രം ക്വാളിഫിക്കേഷൻ ആർക്കാണുള്ളത്? ഈ ഇവരെന്ത് ചെയ്തു? അവിടുന്ന് കുനിഞ്ഞുപോയി. കുനിഞ്ഞ പാടങ്ങ് ഇരുന്നുപോയി. പരിസരത്തുള്ളവർ വന്ന് ഫഹറക്കൂ, അതാ പിടിച്ചങ്ങ് കുലുക്കുകയാ. നോക്കുമ്പോ ഫൈദാ ഹുവ മയ്യിത്തു, അവര് ലോകത്തോട് വിട പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദർബാറിൽ പോയി മരിക്കാൻ ഭാഗ്യം കിട്ടുക എന്നത് ചെറുതാണോ? ഉമറുൽ ഫാറൂഖ് തങ്ങൾ എപ്പോഴും ദുആ ചെയ്തിരുന്നതല്ലേ, അല്ലാഹുമ്മ ജഅൽ മൗതി ഫീ ബലദി നബിയിക യാ അല്ലാഹ്. എന്റെ മരണം നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാട്ടിൽ വെച്ച് മരിക്കാനുള്ള അവസരം നൽകണേ. മാലിക് ഇബ്നു അനസ് തങ്ങൾ മദീന വിട്ടു പോകാറില്ല. കാരണം അന്വേഷിച്ചപ്പോൾ പറഞ്ഞതെന്താണ്? ഒരു പക്ഷേ ഞാൻ മദീന വിട്ടുപോയാൽ എന്റെ മരണം മദീനയുടെ പുറത്താണെങ്കിലോ എനിക്ക് മദീനയിൽ മരിക്കാൻ ആഗ്രഹമുണ്ട്.
മഹാനവരുകൾ മദീന വിട്ടു പോകുന്നില്ല. മൻമാത ബിൽ മദീന, അതെ നിങ്ങളിൽ ആരെങ്കിലും മദീനയിൽ മരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫല്യമുതു ബിഹാ, മദീനയിൽ മരിക്കണേ. ഫഇന്നി അവ്വലു ശാഫിഉ ലിമൻ മാത ബിൽ മദീന, ഞാൻ ആദ്യമായി റെക്കമെൻഡ് ചെയ്യുന്നത്, ഞാൻ ആദ്യമായി ശുപാർശ ചെയ്യുന്നത് ആർക്കാണ്? മദീനയിൽ മരിച്ചവർക്കാണ്. പ്രവാസിയായ എന്റെ ഒരു സ്നേഹിതൻ ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചു. ഉസ്താദേ, എന്റെ ഉമ്മാമ മരണപ്പെട്ടു. ആ ഉമ്മാമയുടെ മരണം എങ്ങനെയാണ്? ഈ വിനീതനെ വല്ലാതെ കൊതിപ്പിച്ചു കളഞ്ഞു. എങ്ങനെയാണ് മരിച്ചത്? അതാ വീട്ടിലെല്ലാവരും ഇരുന്ന് വീട്ടുകാര് മൗലിദ് ഓതുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലിദ് ഇങ്ങനെ ഓതുമ്പോൾ അതാ ബാത്റൂമിൽ പോകാൻ തോന്നി, പക്ഷേ പോയില്ല. എന്തേ കാരണം? ഇതൊരു സാധാരണ സദസ്സല്ല, ഇത് ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ചൊല്ലുന്ന സദസ്സാണ്. അതുകൊണ്ട് പോയില്ല. ആ സദസ്സിൽ മൗലിദ് ഇങ്ങനെ ചൊല്ലുകയാണ്, പാടുകയാണ്, സ്വലാത്ത് ഇങ്ങനെ ചൊല്ലുകയാണ്. അപ്പോഴേക്ക് ലോകത്തോട് വിട പറഞ്ഞു പോയി. ആ ഉമ്മ എത്ര വലിയ ഭാഗ്യവതിയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലിദിന്റെ സദസ്സിൽ മരിക്കണമെങ്കിൽ അതൊരു ചെറിയ ഭാഗ്യമാണോ? അതുകൊണ്ട് നമ്മുടെ മരണം ഹബീബിനെ കുറിച്ച് പറയുന്ന സദസ്സിലായിരിക്കണം, ഹബീബിനെ ഓർക്കുന്ന സമയത്തായിരിക്കണം. അറിയില്ലേ, ഖാലിദ് ഇബ്നു മഹ്ദാം തങ്ങള് രാത്രി കിടന്നുറങ്ങുമ്പോ യദ്കുറു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ അസ്ഹാബാ, രാത്രി കിടന്നുറങ്ങുമ്പോ ചെറുപ്പക്കാരാ, ചിലരുടെ ഹരം സിനിമ കാണുന്നതിലാണെങ്കിൽ, അശ്ലീലം കണ്ട് രസിക്കുന്നതിലാണെങ്കിൽ, ഖാലിദ് ഇബ്നു മഹ്ദാം തങ്ങളുടെ ഹരം കണ്ടില്ലേ കിടന്നുറങ്ങുന്ന സമയം? കാരണം ഉറങ്ങിയാൽ ഉണരുമോ ഉറപ്പില്ല, ഉറങ്ങിയാൽ ഉണരുമോ ഉറപ്പില്ല, ഉറങ്ങിയാൽ ഉണരുമോ ഉറപ്പില്ല. ഖാലിദ് ഇബ്നു മഹ്ദാം തങ്ങളതാ രാത്രി കിടന്നുറങ്ങുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, സ്വഹാബത്തിനെ പറയുകയാണ്, വഹും അസ്ലി വഫസ്ലി, അവരാണ് എന്റെ അവലംബം, വഇലൈഹിം യഹന്നു ഖൽബി, അവരിലേക്കാണ് എന്റെ ഖൽബ് പിടയണത്. റബ്ബി ഫഅജ്ജിൽ ഖബ്ലി ഇലൈക, അതുകൊണ്ട് എനിക്ക് എന്റെ ഹബീബിന്റെ ചാരത്തൊന്നെത്തണോ, ആ സ്വഹാബത്താകുന്ന കൂട്ടുകാരുടെ ദർബാറിൽ ഒന്നെത്തണോ, എന്റെ റൂഹൊന്ന് പിടിക്കുമോ? ഇങ്ങനെ പറയണമെങ്കിൽ എത്രയാണ് പറയാനുള്ളത്? സമയമില്ല, നിർത്തട്ടെ. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ച വഴിയിൽ സഞ്ചരിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചര്യയെ പിന്തുടർന്ന് ജീവിക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹത്വം കൽപ്പിച്ചതിന് മുഴുവനും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നോക്കണം. അർഹമുർ റഹീമീനായ അല്ലാഹ്, പാവങ്ങളായ നമുക്ക് തൗഫീഖ് ചെയ്യണേ റഹ്മാനേ. പാവപ്പെട്ട പെൺകുട്ടികളെ സഹായിക്കണം, ചികിത്സക്ക് ആവശ്യമുള്ള രോഗികളെ സഹായിക്കണം, വീട് പണി തുടങ്ങി വെച്ച് പൂർത്തിയാകാൻ കഴിയാത്തവർക്ക് വീട് പണി പൂർത്തിയാക്കാനുള്ള സഹായം ചെയ്തു കൊടുക്കണം.
അനാഥ മക്കളെ സഹായിക്കണം, വീട്ടിൽ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കണം. ജീവകാരുണ്യ പ്രവർത്തനത്തിന് വലിയ ബഹുമാനമാണ്. അതാണ് അല്ലാഹുവിന്റെ അപാരമായ തൗഫീഖ് കൊണ്ട് മുമാസ് ചാരിറ്റി എന്ന ഈ മഹത്തായ കൂട്ടായ്മ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഈ കുറഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അതേ ഒരു പാവപ്പെട്ട ഒരു സഹോദരൻ രോഗിയായി കിടക്കുകയാണ്. 2 ലക്ഷത്തിൽ പരം വരുന്ന സംഖ്യകള് അവരുടെ അക്കൗണ്ടിൽ ഇട്ടുകൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഇവിടെ നിങ്ങൾ ഒരുപാട് പേരെന്റെ സംസാരം കേൾക്കുകയാണ്. ഇവിടെ എന്റെ മുന്നിലുള്ളത് അല്പം 4-5 പേര് മാത്രമേയുള്ളൂ. അതേസമയം ഒരുപാട് കൂട്ടുകാർ ഈ പാവപ്പെട്ടവന്റെ സംസാരം ശ്രവിക്കുകയാണ്. ആ കൂട്ടത്തിൽ ചെറുപ്പക്കാരുണ്ട്, കാരണവന്മാരുണ്ട്. ആ കൂട്ടത്തിൽ നല്ല ദീനീ ബോധമുള്ള എന്റെ നല്ലവരായ ഉമ്മ പെങ്ങന്മാരുണ്ട്. ഞാനിപ്പോൾ സംഭാവന ചോദിക്കുമ്പോൾ പാവങ്ങളെ സഹായിക്കുക, ആ പാവങ്ങളെ ദുആ കിട്ടണമെന്ന നിയ്യത്തോടുകൂടി നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഖ്യകൾ ഏറ്റെടുക്കണോ. ഇപ്പോൾ തന്നെ മുമാസ് ചാരിറ്റിക്കാരെന്നോട് പറഞ്ഞു, ഉസ്താദേ 12ഓളം പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചയക്കാനുള്ള ഹർജി വന്നിട്ടുണ്ട്. ഓരോ പെൺകുട്ടിക്ക് ചുരുങ്ങിയതൊരു 10,000 രൂപയെങ്കിലും കൊടുക്കണമെന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പെങ്ങളെ കല്യാണം കഴിക്കാതെ വീട്ടിലിരിക്കുന്നത് കാണുന്നത് ആങ്ങളമാരായ നമുക്ക് സഹിക്കുമോ? എത്ര പെൺകുട്ടികളാണ് മതം മാറിപ്പോയത്? എന്തേ കാരണം? കല്യാണം കഴിക്കാൻ കഴിയാതെ വീട്ടിൽ കഴിയുമ്പോഴേക്ക് പ്രയാസം തോന്നിപ്പോയി. കിട്ടിയവന്റെ കൂടെ ഒളിച്ചോടിയില്ലേ? അതിന് കുറ്റക്കാര് ഈ സമുദായത്തിൽപ്പെട്ട ഞങ്ങളല്ലേ? അതുകൊണ്ട് പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചയക്കണം. അതിനുവേണ്ടി നിങ്ങൾ ഇതാ മുമാസ് ചാരിറ്റിയിലേക്ക് നിങ്ങൾ സഹായിക്കണം. നിങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ സഹായിക്കണം. ഈ മഹത്തായ കൂട്ടായ്മക്ക് നേതൃത്വം നൽകുന്നത് മഹാന്മാരായ സാദാത്തുക്കളാണെന്ന് അറിയാൻ സാധിച്ചു. അല്ലാഹു തആല ആ സാദാത്തുക്കൾക്കും നമ്മുടെ എല്ലാ സാദാത്തുക്കൾക്കും അവന്റെ പൊരുത്തത്തിലായി നല്ല ആഫിയത്തുള്ള നമുക്കെല്ലാവർക്കും അല്ലാഹു ദീർഘായുസ്സ് നൽകട്ടെ എന്ന് ദുആ ചെയ്യും. ഒരുപാട് പാവങ്ങളെ സഹായിക്കാൻ കഴിയണം. 4G മീഡിയയിലൂടെയും സി മീഡിയയിലൂടെയും ഈ പരിപാടി ധാരാളം പേര് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പാവങ്ങളെ ദുആ അല്ലാഹു തആല തട്ടിക്കളയില്ല. ഖൽബ് പൊട്ടി ദുആ ചെയ്യുന്നവരുടെ ദുആ അല്ലാഹു തആല തട്ടിക്കളയില്ല. നമ്മൾ ഈ പാവങ്ങൾക്ക് വേണ്ടി സഹായിക്കുമ്പോ ആ പാവങ്ങൾ അവിടുന്ന് ദുആ ചെയ്യും, റബ്ബേ പാവങ്ങളായ ഞങ്ങളെ സഹായിച്ച ഇവരെ മറ്റൊരുത്തന്റെ മുന്നിൽ കൈനീട്ടി യാചിക്കുന്ന ഒരു അവസ്ഥ നീ വരുത്തല്ലേ അല്ലാ എന്ന് പാവങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ തീർച്ചയായും അല്ലാ ആ വിളി അങ്ങ് കേൾക്കും. അസ്സദഖത്തു റദ്ദുൽ ബലായ, എല്ലാ ബലാഅകളെ തട്ടിക്കളയുന്നതാണ് സ്വദഖ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചില്ലേ, അയ്യുന്നാസി അഫ്ളൽ, ജനങ്ങളിൽ ഏറ്റവും ഉത്തമർ ആരാണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞതെന്താ? ജനങ്ങളിൽ ഏറ്റവും ഉത്തമർ ആരാണെന്ന് ചോദിച്ചാൽ അംഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ആരിൽ നിന്നാ കിട്ടുക അവരാണ് ജനങ്ങളിൽ ഏറ്റവും ഉത്തമർ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്ത് ചോദിച്ചു, നബിയേ അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള അമൽ ഏതാണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മുഅ്മിനായ മനുഷ്യന്റെ മനസ്സിൽ സന്തോഷം ഇട്ടുകൊടുക്കുന്നത് ഏറ്റവും വലിയ അമലാണ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ വിഷമം മാറ്റിക്കൊടുക്കുന്നത് ഏറ്റവും വലിയ അമലാണ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ കടം വീട്ടുന്നത് ഏറ്റവും വലിയ അമലാണ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ വിശപ്പ് മാറ്റുന്നത് ഏറ്റവും വലിയ അമലാണ്.
മുമാസ ചാരിറ്റിക്കാരോട് ഞാൻ പറയാണ്, നിങ്ങളൊന്നും ബേജാറാകണ്ട, വിഷമിക്കണ്ട. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, പാപങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി അധ്വാനിക്കുക എന്നത് മദീനത്തെ പള്ളി, എന്റെ ഈ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഭാവനകൾ ഏറ്റെടുക്കണം.